തിരുവനന്തപുരത്ത് ഒരാൾക്ക് കൂടി കോളറ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 129 പേർക്കാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തത്. 12,508 പേർ പനി ബാധിച്ച് ചികിത്സ തേടി. കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, എന്താണ് ആരോഗ്യവകുപ്പിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്? ലവീഷ്, ആകെ ഈ 12,508 പേർക്കാണ് പനി ബാധിച്ച് ചികിത്സ തേടുന്നത് അവസ്ഥ വന്നിരിക്കുന്നത്. 24 മണിക്കൂറിനിടെ വലിയ രീതിയിലുള്ള ഒരു പനി വ്യാപനം അറിയാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഒരു കോളറ കേസ് കൂടി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 129 പേർക്ക് ഡെങ്കിപ്പനിയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 36 പേർക്കാണ് H1N1 റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഒരു ഡെങ്കി മരണവും ഒരു വെസ്റ്റ് നൈൽ മരണവും സംശയിക്കുന്നതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം മലപ്പുറത്ത് 4 പേർക്ക് മലമ്പനി സ്വീകരിച്ച സാഹചര്യമുണ്ട്. ഏതായാലും കുറച്ച് ദിവസങ്ങളിലായി തന്നെ സംസ്ഥാനത്ത് പനി വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പലതരത്തിലുള്ള കൊതുകുജന്യ രോഗങ്ങളൊക്കെയും ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. മഴക്കാലമായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പനി സാഹചര്യമാണ് ഉള്ളത്. സാധാരണഗതിയിലുള്ള ചികിത്സ തേടിയവരുടെ കണക്ക് ഉൾപ്പെടെയാണ് 12,508 പേരെന്നുള്ളൊരു കണക്ക് വരുന്നത്. അത് പോയിട്ടാണ് ഈ 129 പേർക്ക് ഡെങ്കിപ്പനി എന്നുള്ളൊരു കണക്ക് വരുന്നത്. ഏതായാലും വളരെ ജാഗ്രതയോടെ സംസ്ഥാനം നിലനിൽക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ വലിയ രീതിയിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഡെങ്കിപ്പനിയും അതോടൊപ്പം വെസ്റ്റ് നൈൽ പനിയും ഒക്കെ ഇപ്പോൾ വലിയ തോതിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഗവേഷ്.